Hello guys, welcome back to my channel Roopesh Tech Zone. നമ്മൾ ഇന്ന് ഐക്കാളിൻ്റെ ഒരു കിടിലം മൊബൈൽ ഫോണാണ് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ 1000 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിന് വരുന്നത്. നമുക്ക് ഏതായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. പ്രോഡക്റ്റ് കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ല പാക്കിങ്ങിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ മൊബൈൽ ഫോൺ വന്നിരിക്കുന്നത്. ഇവിടെ ഇതേ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ അല്ല, മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെയധികം കുറേ ഫ്യൂച്ചേഴ്സൊക്കെ ഉള്ളൊരു മൊബൈൽ ഫോൺ തന്നെയാണ്. ഇതിൽ ഏറ്റവും മികച്ച ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഗൈസ്. 2500 mAh ബാറ്ററി ഈ ഒരു മൊബൈൽ ഫോണിനുണ്ട്. പിന്നീട് ഇതിൽ കൊടുത്തിരിക്കുന്നത് ക്യാമറ, ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ ടോർച്ച്, മെമ്മറി കാർഡ്, 2 സിമ്മൊക്കെ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. നമുക്ക് ഏതായാലും ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ ഈ ഒരു സംഭവം ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അല്ല ഗൈസ്, ഇത് തുറക്കണത് ഇപ്പം എങ്ങനെ? ഇത് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ? പെട്ടി മാത്രമേ ഉള്ളൂ. എവിടെ നോക്കിയിട്ട് ഇത് തുറക്കാനുള്ള സംഭവം കാണില്ല കേട്ടോ. ഇതെങ്ങനെയാണ് ഈ തുറക്കുന്നത്? നമുക്കിന്ന് പോണ്ടേ ഗായ്സ്? ഇത് തുറക്കാൻ കിട്ടില്ല കേട്ടോ. ഇതായിരിക്കും തുറക്കാൻ കിട്ടുന്ന ഒരു കമൻറ്റ്. കിട്ടി 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 ഗായ്സ്, കിട്ടി. സംഭവം ഇങ്ങനെയാണ് കേട്ടോ. അയ്യവ ഗായ്സ്, അടിപൊളി സാധനം. നല്ല പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ ഹാൻഡ് സെറ്റ് കേട്ടോ. നമ്മുടെ മൊബൈൽ ഫോൺ ഇതാണ്. നല്ലൊരു വേറെ ഒരു ഏറ്റവും ഒരു പ്ലാസ്റ്റിക് കവറൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് മൊബൈൽ ഫോൺ അവിടെ വെച്ചിട്ട് ബാക്കി എന്തൊക്കെയാണ് നോക്കാം. ഒരു ചാർജർ, പിന്നെ ഒരു ബാറ്ററി നമുക്ക് കിട്ടുന്നു. ഒരു ചാർജർ, സാധാരണ ചാർജറാണ്. വലിയ ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ബാറ്ററി അത്യാവശ്യം നീളവും അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. 2500 mAh ബാറ്ററി അല്ല, അപ്പോൾ അതിനായിട്ടുള്ളൊരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒറിജിനൽ ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒറിജിനൽ ബാറ്ററി തന്നെയാണ്, ഐക്കാളിൻ്റെ ഒറിജിനൽ ബാറ്ററി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നീട് ഇവിടെ ഉള്ളത് ഒരു യൂസർ മാനുവലാണ്. വാറണ്ടി കാർഡല്ല, യൂസർ മാനുവലാണ്. 1 ഇയർ വാറണ്ടി ഒരു പ്രൊഡക്റ്റിനുണ്ട്. വാറണ്ടി കിട്ടാനായിട്ട് നമ്മൾ ചിലപ്പോൾ കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടി വരും. വാറണ്ടി കാർഡ് ഈ ഒരു ബോക്സിൽ നമുക്ക് തന്നിട്ടില്ല. നമുക്കിനി നമ്മുടെ മൊബൈൽ ഫോണൊന്ന് നോക്കിയാലോ. ഞാൻ ഏതായാലും ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് നമ്മുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. ഗൈസ്, നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ. ഗൈസ്, അടിപൊളി സാധനമാണ്. മൊബൈൽ ഫോണിൻ്റെ ബാക്ക് കണ്ടാലും നമ്മുടെ ഇപ്പോൾ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണിൻ്റെ അതേ ഡിസൈനാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഡിസൈനാണ്. 3 ക്യാമറ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ 3 ക്യാമറയൊന്നും വർക്കിംഗ് ആയിരിക്കില്ല. ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കാണുന്ന ക്യാമറ ഉറപ്പാണ് വർക്ക് ചെയ്യില്ല. കാരണം അവിടെ ഒരു ക്യാമറ അല്ല, ഒരു വേറെ സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പുറത്താണെന്ന് ഈ ഒരു കവർ റിമൂവ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സംഭവം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കവർ റിമൂവ് ചെയ്യുന്നില്ല. ഗൈസ്, ഇവിടെ ആയിട്ട് ഒരു ടോർച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ടോർച്ചാണല്ലോ. ഇതെന്താ എമർജൻസി ഫോണോ? ഗൈസ്, എല്ലാ ഭാഗത്തും ഓരോ ബൾബൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ അറിയില്ല കേട്ടോ. ഇനി നമുക്ക് ഏതായാലും അതെ ഇവിടെ ആയിട്ടാണ് ഓഡിയോ ജാക്ക്, 3.5 mm ഒരു ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. അതേപോലെ ചാർജിങ്, പിന്നെ ഒരു മൈക്കിൻ്റെ ഒരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇനി ഈ കവറൊന്ന് അഴിച്ച് വെച്ചിട്ട് നമുക്ക് ബാറ്ററി ഒന്ന് ഇട്ട് നോക്കണം. ഇത് അഴിക്കുന്നത് ഇപ്പോൾ എവിടെയാണെന്നിപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഗൈസ്. കാണാനില്ല കേട്ടോ, എവിടെയാണ് അയക്കുന്നതെന്നറിയില്ല. ഞാനിപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. കിട്ടി കിട്ടി കിട്ടി. ഈ ഒരു സംഭവം നമുക്ക് ഈ കവർ റിമൂവ് ചെയ്തിട്ടാണ് തോന്നുന്നുണ്ട് ഇത് അയക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു കവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. ഇവിടെ ആയിട്ട് 2 സിമ്മ് കൊടുത്തിട്ടുണ്ട്. സിം 1, സിം 2 അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴ്ഭാഗത്തായിട്ട് മെമ്മറി കാർഡ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, ക്യാമറ 3 ഉള്ളത് പോലെയാണ് തോന്നുന്നത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ. 2 ക്യാമറ വർക്ക് ചെയ്യുമെന്നാണ് തോന്നുന്നത്. താഴ്ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് യഥാർത്ഥ ക്യാമറയല്ല. നമുക്കിനി നമ്മുടെ ഈ ഒരു ബാറ്ററി ഈ ഒരു ഫോണിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ബാറ്ററിയൊക്കെ നല്ല അടിപൊളി ഡിസൈനും അടിപൊളി സംഭവം തന്നെയാണ്. നല്ല വെയിറ്റൊക്കെ വരുന്നുണ്ട്. ഇതേ കണ്ടോ, ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ബാറ്ററിയുടെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നീട് ഈ ഒരു ചാർജറാണ്. ചാർജർ നമ്മുടെ സാധാരണ ചാർജർ തന്നെയാണ്, ഫാസ്റ്റ് ചാർജിങ് ഒന്നുമല്ല. സാധാരണ കീപാഡ് മൊബൈൽസിനൊക്കെ ഉപയോഗിക്കുന്ന അതേ ചാർജറാണ്. ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഉണ്ടായിരിക്കില്ല, എങ്കിലും ഈ ഒരു മൊബൈൽ ഫോണിനെ അപേക്ഷിച്ച് ചിലപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും. ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററി ഈ ഒരു മൊബൈൽ ഫോണിലേക്ക് ഇടാൻ പോവുകയാണ്. ഈ സംഭവമൊക്കെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ബാറ്ററി ഇൻസേർട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു കവർ അടച്ചു വെക്കുകയാണ്. കവറൊക്കെ സെറ്റായിട്ട് നിന്നിട്ടുണ്ട്. ഇനി ഇത് ഓണാക്കുന്നത് നമ്മൾ ഈ സാധാരണ എല്ലാ കീപാഡ് മൊബൈൽസിന് ഓണാക്കുന്നത് പോലെ തന്നെ. ഇപ്പം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ നല്ല വെയിറ്റ് വരുന്നുണ്ട്. നമ്മൾ ഓണാക്കുകയാണ്. എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല.
ലൈറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ, സ്ക്രീനിൽ ലൈറ്റ് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കൈയടിച്ചേക്കുക. നമ്മുടെ പുതിയ മൊബൈൽ ഫോണല്ലേ, ഏതായാലും ഓൺ ചെയ്തതല്ലേ. കമ്പനിയുടെ നെയിമൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കീപാഡിലൊന്നും ലൈറ്റ് വന്നിട്ടില്ല, ഈ ഒരു ഡിസ്പ്ലേയിൽ മാത്രമേ ലൈറ്റ് വന്നിട്ടുള്ളൂ ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഓണായി വന്നിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഹോം പേജാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ, മെനു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇത്രേ കൊടുത്തിട്ടുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ക്യാമറ ഒന്ന് നോക്കാം അല്ലേ ഗൈസ്. ഏതായാലും 2-3 ക്യാമറയൊക്കെ കൊടുത്തതല്ലേ, അപ്പോൾ ആദ്യം നമുക്ക് ക്യാമറ ഒന്ന് നോക്കിയിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. ഞാനിപ്പോൾ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. അടിപൊളി ക്യാമറ തന്നെയാണ് കേട്ടോ, നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു സ്വിച്ച് ഫോണിന് എത്രത്തോളം ക്ലിയർ ഉണ്ട് നമുക്കറിയാലോ, അത്ര ക്ലിയറൊക്കെ ഈ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഫോട്ടോ മാത്രമല്ല വീഡിയോയും നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എടുക്കാനായിട്ട് സാധിക്കും. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യണം. ഈ ഒരു മൊബൈൽ ഫോണിന് മെമ്മറി സ്പേസ് ഇല്ല, ഇൻറ്റേർണൽ സ്റ്റോറേജ് വളരെ കുറവാണ്. വളരെ കുറവാണെന്നല്ല, സ്റ്റോറേജ് ഇല്ല എന്ന് തന്നെ പറയാം. നമുക്ക് ഏതായാലും ഇനി ഫ്ലാഷ് ലൈറ്റൊക്കെ ഒന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് നോക്കണം ഗൈസ്. ഫ്ലാഷ് ലൈറ്റൊക്കെ അടിപൊളിയാണ്. ഈ മുകളിലുള്ള സംഭവം ഇനി എങ്ങനെ ഓൺ ചെയ്തെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് എല്ലാ ക്യാമറയും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഞാനിപ്പോൾ മുകളിലെ ഈ ഒരു ക്യാമറ ഒന്ന് അടച്ച് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം, നമ്മുടെ വിഷ്വൽ ഒന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ആ ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി രണ്ടാമതായിട്ട് സെൻട്രലിലെ ക്യാമറ അടച്ച് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സെൻട്രലിലെ ക്യാമറ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ടോർച്ച് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ടോർച്ച് ഓൺ ചെയ്യാനായിട്ട് നമ്മൾ 0-ൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ ടോർച്ച് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നതാണ്. ഈ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത്ത് കൂടി പോകും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ഞാൻ രൂപേഷ്, സൈനിങ് ഔട്ട്.